ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡിബയിലാണ്. ഡിബയിൽ കഴിഞ്ഞ തവണ നമ്മൾ വന്നിരുന്നു, അറിയാലോ, നമ്മുടെ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനയുടെ അടുത്ത് സെയിം ലൊക്കേഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത്തവണ മന ഇല്ല, കാരണം മൂപ്പര് അമേരിക്കയിൽ പോയിട്ടുള്ളത്. അവിടെ ഒരു ബോട്ട് റേസിങ്ങിന് പോയി, അങ്ങനെ അവിടെ നിന്ന് 2 സമ്മാനമൊക്കെ അടിച്ചു തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. 2 ദിവസത്തിനോട് നമ്മൾ മീറ്റ് ചെയ്യും. ഞാൻ കുറച്ച് ദിവസമായി സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ വന്നിരുന്നു ഒമാൻ പോകുന്നതിന് 2 ദിവസം മുമ്പ്. പക്ഷേ അന്ന് ഇവിടെ ഈ ചുഴലിക്കാറ്റും ഒക്കെ ആയിട്ട് കടലിൽ പോകാനുള്ള പെർമിഷനും കൊടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ പോക്ക് ക്യാൻസൽ, ഞങ്ങൾ ഇവിടെ വന്ന് മടങ്ങിപ്പോയി. സോ അഗൈൻ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൂടെ 2 പച്ചക്കുപ്പായിട്ട് റയ്യോ ഹായ് പറ, ഇങ്ങ് ചിരിച്ചോണം പറ ഹായ്. റയ്യോ ഒന്ന് ദേഷ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നീ ഹായ് പറടാ. ഹായ് പറ. ആദ്യമായിട്ടില്ല കടലിൽ ചാടാൻ പോകുന്നേ അല്ലേ? വേറെ കാര്യം, ഇപ്പം എന്നേക്കാൾ കൂടുതൽ ഫാൻസ് ഉള്ളത് ബൽക്കി കേട്ടോ. കമൻറ്റ് ബോക്സ് മൊത്തം ബൽക്കിനെ പറ്റി മാത്രമേ പറഞ്ഞു. നമ്മളൊന്ന് മറന്നു പറയാം, ഇവരിപ്പോൾ നാട്ടിലേക്ക് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ട്രിപ്പ് അടിക്കും. എന്നാൽ നിങ്ങൾ എന്നെ ചാടരുത് കേട്ടോ, ഓക്കെ? അതും കൂടി ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കാം. പക്ഷേ സോ ഹാപ്പി കേട്ടോ, കാരണം അവളിപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, സോ ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ പോകുന്നു. വെള്ളത്തിൽ ചാടുന്നു, മാസിനെയും കൂട്ടുന്നു, അതുപോലെ റിയാനെയും കൂട്ടുന്നു, ബൽക്കിനെയും കൂട്ടുന്നു. ഞങ്ങളെല്ലാവരും കൂടി വെള്ളത്തിൽ ചാടുന്നു, ഉഷാറാക്കാം, അടിച്ചു പൊളിക്കാം. ഞങ്ങൾ കഴിഞ്ഞോടെ വന്ന സീ ബ്രീച്ചറിൻ്റെ സെയിം ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ നമ്മളങ്ങനെ ബോട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് സമയം ഇവരൊക്കെ കൂടിയിട്ട് പാർക്കിൽ നിന്ന് കളിച്ചു. അതുപോലെ ബൽക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബൽക്കി പിന്നെ വീഡിയോയിൽ എന്നെ കാണിക്കും. പിന്നെ അവൾ എൻ്റെ ടീഷർട്ട് ഇട്ടിട്ടുള്ളത്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ റയാനും മാസിയും എല്ലാവരും ഉണ്ട്. എടുത്തു വാ റയ്യോ, ഓടിക്കോ. മാജിന്റെ കൈമേലുള്ള സാധനം കാണിച്ചെടുത്തേ. എന്താ ഇത്? റിയാൻ ഒന്നുമില്ല കേട്ടോ. ഇവനെന്തായാലും വെള്ളത്തിൽ ചാടുന്നില്ലായിരുന്നു. എനിക്ക് വലിയ ഉറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വെള്ളത്തിൽ ചാടുവാ? എനിക്ക് പേടിയില്ല. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഈ വഴി പോയതാണ്. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് നമ്മൾ ഈ വഴി പോകുന്നത്. മോളെ മൊബൈൽ കവറിലിട്ടോ, അല്ലെങ്കിൽ വെള്ളത്തിൽ പോകും. പിന്നെ എൻ്റെ ഗോൾഡ് മൊബൈൽ, അയ്യോ വെള്ളം മൊബൈലായി പോകും. ഗോൾഡ് പ്ലേറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ വാട്ടർ പ്രൂഫ് പോയി കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. 2 ആൾ മുമ്പിലെടുക്ക്, മുമ്പോട്ട് പോട്ടെ. 2 ആൾ മുമ്പോട്ടേക്ക് പോട്ടെ. മലയാളത്തിൽ പറഞ്ഞേടാ. അങ്ങനെ പറഞ്ഞാൽ മതി. അവനിപ്പം വലിയ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി കേട്ടോ. അതിന് മിഡിൽ പോട്ടെ. പോട്ടെ, വെള്ളമുണ്ട്, പോട്ടെ. ഇങ്ങോട്ട് പോ കക്കനപ്പുറം പോ. പേടി എടാ, പേടിക്കൊടലാ. ഡയലോഗ് മാത്രല്ല, അല്ലെങ്കിൽ നടക്ക്. പോട്ടെ. പേടിയില്ലാന്ന് പറഞ്ഞ തുള്ളി ആളല്ല ഇത്. എനിക്കിപ്പോ പേടിയുണ്ടോ? എനിക്കിപ്പോ പേടിയുണ്ടെങ്കിൽ മീനുണ്ടല്ലോ വാ. മീമി ഉണ്ടല്ലോ വാ, കാണാലോ. വെള്ളം കണ്ടോ? ഈ വെള്ളത്തിൽ കറുത്ത സാധനം കണ്ടാ? അത് കാലിന് തട്ടിക്കഴിഞ്ഞാലേ പിന്നെ നോക്കണ്ട കേട്ടോ, കാരണം മുള്ളാണത്. നല്ല അടിപൊളി മീനെല്ലാം ഉണ്ട്, കാണിച്ചിടാം. ഇതൊക്കെ ഇവരുടെ സാധനങ്ങളാണ് ഈ കാണുന്ന മുഴുവനും. ഇതാണ് മൂപ്പരുടെ ബോട്ട്. മനയില്ലാത്ത ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ബാക്കി സംഭവങ്ങൾ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്തായാലും ഓനെ നമ്മൾ മീറ്റ് ചെയ്യും കേട്ടോ, കാരണം ഓൻ്റെ കൂടെ നമുക്ക് ഫാമിലി ആയിട്ട് ആ ഷാർക്ക് ബോട്ടൊക്കെ ചെയ്യണമെന്നുണ്ട്. മൂപ്പരുടെ ഇപ്പോൾ പറഞ്ഞിരുന്നു. ഇസ്മേ हम अकेले जाएगा और किस दूसरा आदमी है? नहीं, बस इतना लोग है ना, दूसरा कुछ नहीं है ना? ठीक है. Hi bro, what's your name? I'm good, I'm playing sir. You from Cameroon? Cameroon, Yeah, because you know mostly the people from Cameroon. Ne? Don't be scared, come. He's scared about the water, yeah. Papa only. ഇരിക്കടാ, പേടിക്കൊടല. അറിയുന്നു കേട്ടോ. കൊണ്ടോളെ ഇത് വീണോ? പിടിച്ചോ. ഇത് കവറിടെ വെച്ച. വലിയ ഡയലോഗ് അടിച്ച ആളാണ്. ഞങ്ങക്ക് പേടിയില്ലാണല്ലോ. Yes. Okay bro, for him right? Yeah. Okay. So which is the better one? The smallest one for him? Yeah, this smallest one for him. Okay. മോനെ വീടിനെ ആക്കൊന്നും വേണ്ട, ആടനേ ഉള്ളൂ. ഏറി ഇരിക്കുമ്പോഴേക്കും വലിക്കല്ല. Okay bro. Okay, thank you. Okay. Yeah, thank you. ഇക്കാക്ക പോകൂല, ഇക്കാക്ക ഇവിടെ ഉണ്ട്. ഇതാ എല്ലാവരും ഷൂ എല്ലാം വെച്ചോ. നമ്മൾ ശരിക്കും ഫസ്റ്റ് വന്നപ്പം
നമ്മൾ വേറൊരു ടീമിനൂടെ അയക്കാനാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഞാൻ മൂപ്പരെ വിളിച്ച് പറഞ്ഞു നമ്മളിവിടെ ഉണ്ട്. മൂപ്പരെ ഉടനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ സെപ്പറേറ്റ് ബോട്ടൊക്കെ അറേഞ്ച് ആക്കി തന്നെ കേട്ടോ. സ്നേഹം നമ്മളെ പയ്യനോട് നമുക്കുള്ള സ്നേഹം. എവിടെയും പോവില്ല. ബോട്ട് കയറുമ്പോഴേക്ക് കരച്ചിൽ തുടങ്ങി വരുത്തേ. മോനെ വെള്ളത്തിൽ തുള്ളണ്ടേ പേടി വന്നു കേട്ടോ. സോ നമുക്ക് അതിലും പോവാം. ആ ഒരു വലിയ പാറ ഉണ്ടോ നീ? ആ പാറ അടുത്തൊക്കെ പോവാം നമ്മൾ. എനിക്ക് പേടിയുണ്ടോ? വെള്ളത്തിൽ തുള്ളണ്ടേ? വെള്ളത്തിൽ തുള്ളണ്ട. അതെന്നാ പിടിച്ചു മുക്കണല്ലോ. മാജി ഓക്കെ അല്ല മാജി? ആ ഇല്ല നീ ഇടുന്നു കേട്ടോ. ഇടുന്നേ ഓനെ എടുത്തേ വലിക്ക്. ഓനെ ഇടുന്നു കേട്ടോ. നമുക്ക് ഇറങ്ങാമല്ലോ. എന്നിട്ട് മൂന്നെടുക്കാൻ കടല് വെള്ളത്തിൽ മുക്കിയ തുറന്നോളൂ. എന്ത് പേടിയാണിത്. അപ്പൊ പപ്പ പോയി പപ്പനപ്പുറം വെള്ളത്തിൽ ഇറങ്ങും. പക്ഷെങ്കിൽ എന്റെ പേര് കൊടുത്തു. എന്റെ പേര് ഇതയച്ചു കൊടുത്ത മോളെ. നമ്മൾ ശരിക്കും എല്ലാം റെഡിയായി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതേ ഒരാള് പപ്പ തട്ടുമ്പോ ഇങ്ങോട്ടോ മാരടാ ഇന്റെ സാധനം എടുത്ത് മനസ്സില്ല ബൽക്കി വേക്കിലേക്ക് വാ പപ്പ ഇട് ഇങ്ങോട്ട് വാ. ആ ക്ലീൻ ആക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ ഓനെടുത്തുണ്ട്. ആ ഇങ്ങോട്ട് വാ. ദാറ്റ് വൺ ഫോർ ദ ചൈൽഡാ. കാണുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടോ? ഇതിങ്ങനെ വായിൽ വെച്ചോട്ടാ. വായിൽ വെച്ച് ശ്വാസം കിട്ടുന്നുണ്ടോ? ടൈറ്റ് ആക്കട്ടെ. ശ്വാസം കിട്ടുന്നില്ലേ? നല്ല ശ്വാസം വെച്ചേ. ആ ഒരു കാര്യം എന്തോ പറയണ്ടല്ലോ എനിക്ക്. എന്ത് കാര്യം എനിക്ക് പറയാനല്ലോ പറ. ഒന്നും ഉണ്ടാവില്ല. നീ കണ്ണിലേക്കൂടെ നോക്കുമ്പോൾ വലിയ മീനിനെ കാണും എനിക്ക് കേട്ടാ. അടിപൊളി മീനിനെ കാണാൻ. ഇവിടെ മുട്ടോളം വെള്ളയിലും വാ. ഇവിടെ മുട്ടോളം വെള്ളയിലിടാ. പപ്പ കാണിച്ചിരും വാ. അതെല്ലാം പിടിക്കും. നീ പപ്പ ആദ്യം ഇറങ്ങാ. വാ ഇറങ്ങാണ്. നീ ഇറങ്ങ. പപ്പ ഇറക്കി തരാ. പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഇറങ്ങിക്കോ വാ. പേടിക്കണ്ട. ഇറങ്ങിക്കോ വാ. വിട്. പേടിക്കണ്ടാ. എനിക്ക് ലൈഫ് ജാക്കറ്റ്. നിക്ക് നിന്നാ. പപ്പനെ വീട് ഒരു മേലെ താഴോട്ടൊക്കെ. താഴെ വല്ലതും നോക്കിയാ. താഴോട്ടൊക്കെ നോക്കിയാ. മീനെ കാണുന്നുണ്ടോ? പേടി മാറിയേ പറ. പേടി മാറിയടാ. മീനുണ്ടോ? പപ്പനെ വീട്. പേടിക്കണ്ട. വിട് പപ്പനെ വീട്. ആ പേടിക്കണ്ട. വിട്. ഈ കയറോടിക്ക്. ഇപ്പൊ കയറോടിച്ചോ. അതിന് പപ്പനെ വിട്. വിട്ടോട്ടാ. അല്ല കുഴപ്പമില്ലെന്നോ. ഓക്കെ പപ്പ ഉമ്മാനെ കൂടിട്ടാ. ഓക്കെ അല്ലേ? ആ വരുന്നേ. താഴോട്ട് നോക്കടാ. നീ പറയുമ്പോ ഇട്ടോ. ഇങ്ങോട്ടോ. അവിടെ നീ ഓനെടുത്ത് നിർത്ത്. ഓനെ വിട്. ഓനെടുത്ത് കൊടുത്തേ. അങ്ങനെ റെയ്മോന് വെള്ളത്തിൽ ഇറക്കിയിരിക്കുകയാണ്. ഇറങ്ങിയതല്ല ഞാൻ പിടിച്ച് ഇറക്കിയതാ. ഇതാ മാജിമോൻ അവിടെ ഉണ്ട്. ബൽക്കി ഇങ്ങോട്ട് വാ. അത് ശ്വാസത്ത. അല്ല മോളെ ഇതെന്താ ഇത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ അത് താഴെ നോക്ക്. കണ്ണടിയിലെ കൂടെ താഴെ നോക്ക്. പിടിച്ചോ മറ്റേ സാധനം. കാല് കുത്തി കഴിഞ്ഞാ പിന്നെ സ്നോർക്കലിംഗ് അല്ലല്ലോ. താഴെ നോക്ക്. മാജി താഴെ നോക്കട്ടാ. നോക്കിയേ താഴെ നോക്കിയാ. മാണ്ടാന്നല്ല വാക്കിന് അർത്ഥം പപ്പ മാറ്റി വേണമെന്നാക്കി. ഓള് കയറുന്നാ. ഓള് കയറണ. You can take him. Yeah, now he will never cry again. Okay? See, it's fine. അപ്പോൾ എനിക്കറിഞ്ഞോ പപ്പ പിടിച്ച് വെള്ളത്തിലിടും കേട്ടോ. ഇറങ്ങാനിടുന്നോ? ഇങ്ങനെയാണ് കരയുന്ന കുട്ടീൻ്റെ പേടി വരട്. ബാക്കി വാ വാ. ഇങ്ങോട്ട് വാ. ഈ കയറ് പിടിച്ച് വേഗം കയറുന്ന ഇങ്ങോട്ടോ. വാ. വാ. മീനുണ്ടാ? എന്തുപോലത്തെ? സ്രാവ് പോലത്തെ മീനുണ്ടാ? ബായിന്ന് മാറ്റിക്കോ. സാധനം ബായിന്ന് മാറ്റി. സാധനം മാറ്റി. അത് നീ ബായിന്ന് സാധനം മാറ്റി. അത് ഇതെല്ലാം ശരിയാക്കിയ മോളെ. താഴോട്ട് നോക്കും മോളെ. കുറെ നോക്കിക്കൊണ്ട് അത് നോക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? അന്നെ ഇനി തിരിച്ചു നോക്കാൻ നമുക്ക് റൂമിൽ നോക്കിയാ പോരെ. താഴെ നോക്കി എന്താണ്? നോക്ക്. തല കുണി. നോക്ക്. താഴെ നോക്ക്. മൂക്കിലെ കൂടി ശ്വാസം എടുക്കാം. നോക്ക്.
ഇങ്ങോട്ടോ 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 ഇങ്ങോട്ട് വാ. എന്താ കാണുന്നത്? നല്ല മീനുണ്ടോ? റയാന എന്നെ കരച്ചിലിരുന്നോ? സീ നൗ ഹീസ് നോട്ട് ക്രൈങ്. എനിക്ക് അവരെ പിടിച്ച് വെള്ളത്തിൽ വെക്കൂ. മനസ്സിലായിനാ? കരയാനായിട്ടൊരു പേടിത്തൊണ്ടേ. വലിയ ഡയലോഗ് വരുമ്പോൾ വലിയ ഡയലോഗ് തന്നെ. സ്നോർക്കലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലിലാണ്, നമ്മളിപ്പോൾ വീട്ടിൽ അക്വേറിയം പോലത്തെ സാധനങ്ങൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ ഡയറക്റ്റായിട്ട് ലൈവായിട്ട് കടലിൻ്റെ അടിയിലേക്ക് കാണുന്ന പരിപാടിക്കാണ് സ്നോർക്കലിംഗ് എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് കൂടിയാണ് ഈ സ്നോർക്കലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് കൺട്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒറ്റ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് സൻസിബാർ ഐലൻഡിൽ ഒറ്റ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒമാൻ എന്നൊക്കെ ചെയ്തിരുന്നു. ഇവിടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഇതിപ്പോൾ ഇവിടെ വന്നത് നീന്താൻ പഠിക്കാൻ വന്നതല്ല കേട്ടോ. എടാ കയറെ കുടിക്കലടാ. ആ എന്നിട്ട് എന്താ കണ്ടിരാ മുതലാക്ക് കൊടുത്ത പൈസ മുതലാക്കണ്ടേ? ആ ഞാൻ നിന്നെയും കൊണ്ടേ പോകും, പഠിക്കണ്ട. മറ്റേ സിനിമയിലെ ഡയലോഗ്, കൈവിടില്ല കരളെ മരണം വരെ കൈവിടില്ല കരളെ. പഞ്ചാരപ്പാട്ടില്ല മലയാളം മാപ്പിളപ്പാട്ടുകൾ അതിലൊക്കെ പറഞ്ഞല്ലേ. എല്ലാം പോയി ഗൈസ്, എല്ലാം പോയി. മാതി ഉഷാറാണ് കേട്ടോ. എൻ്റെ പുറകിൽ തന്നെ വാലോല വരുന്ന നോക്കിയേ. ഇവർ ദുൽഖർ പറഞ്ഞല്ലേ എനിക്ക് പുറകെ നടക്കാനല്ലേ എനിക്ക് നിന്റെ കൂടെ നടക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞു എന്നെ വിടുന്നില്ല. ഞാൻ കുറച്ച് മീനെ കാണിക്കട്ടെ ഇവർക്ക് കേട്ടോ. ഇത് ഞാൻ വരാം. ഞാൻ ഈ ഇത് എല്ലാ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മീനെ കാണിച്ചു കൊടുക്കണം, നമ്മൾ മാത്രം കണ്ടാൽ മതിയാ. ഓക്കെ വരുന്ന വാടാ വാട മോനെ, വാട മോനെ. You call him പേടിക്കൊടലൻ. പേടിക്കൊടലൻ means scary boy. He is a good boy. No പേടിക്കൊടലൻ, നല്ല മോനാ. വൽക്കിന്റെ പേടിയിലും പോയിട്ട് ഏടിലോ പോകുന്നുണ്ട് ഇപ്പൊ. കൂട്ടാ ഞാൻ വേഗം തന്നെ കേട്ടോ, വിട്ടോ കേട്ടോ. എൻജോയ് ചെയ്യുന്നില്ല മതി, മതിയാവാൻ പറ നമുക്ക് കയറാം കേട്ടോ. മതിയാവുന്നുണ്ടാ? ഏ അപ്പൊ ഞാനേതായാലും കയറാൻ പോട്ടെ. ബായ് വൽക്കി. എന്നെ പിടിക്കണ്ട, എന്നെ പിടിക്കണ്ട.
എടാ പിടിക്കേ വേണ്ട. ഒറ്റയ്ക്ക് നീന്താൻ അറിയാം കേട്ടോ. എന്നാ നീന്തിക്കോ നോക്കട്ടെ. ഞാൻ ഒറ്റയ്ക്ക് നീന്താ. കണ്ടോ? ആ അപ്പൊ കാലോ ഓ ഇത് കാല് താഴെ കുത്തുന്നതിനൊക്കെ സംശയമുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പഠിച്ചിട്ടാ എന്നാ പഠിച്ചേ? കൊറേ പഠിച്ചില്ല. ഞാൻ ആദ്യം ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാറുള്ളൂ. ഞാൻ അതിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ വരാന്ന് പറ. ഞാൻ അതിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ വരാന്ന് പറ. പറയടാ മാതി. മാസ്ക് മാറ്റിട്ട് പറടാ. പായിലെ സാധനം അയാം പറ. ഒച്ചയില് പറ. ഇങ്ങോട്ടൊക്കെ പറ. കേൾക്കുന്നില്ല. ഞാൻ കേക്കട്ടെ. ഇല്ല വായിൽ വരെ പാഴോട്ട് ഇംഗ്ലീഷ് ആണ് പറഞ്ഞത്. കഴിച്ചോ? എന്താ 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 ചോദിച്ചാ? ഇക്കാക്ക വെള്ളത്തിൽ മുങ്ങി. ഇക്കാക്ക ഉമ്മയും വെള്ളത്തിൽ മുങ്ങി. കാണണപ്പാ. നടന്നിട്ടോ. ഇന്ന് നടക്കുവാ. തായറി പേടിക്കാണ് നടക്കടാ. തായറി തായറി ഒരു വാ. അപ്പനെ പിടിച്ച് നടക്കുക. കാക്കനെ കാണിച്ചിട്ട് വാ. കാക്കനെ ഉമ്മാനെ കാണിച്ചിട്ട് വാ. വാ വാ. കേൾക്കിരുന്നേ. ഇനി മുളക്കിരിക്കോ? പേടിച്ചിട്ടുള്ളത് ഉള്ളിക്കോടാ. ഉള്ളേ അങ്ങനെ പറയല്ല. ബാ തുള്ളി. പപ്പ പിടിച്ച് ഇടട്ടെ. പപ്പ പിടിച്ച് വെള്ളത്തിലിടട്ടെ. കുത്തക്കട കളിക്കുവാ നീ? കുത്തക്കട കളിക്കുവാ? വണ്ടി ഒച്ചപ്പാടാക്കുവാ? അയക്കൂല. ഇക്കാക്കേറ്റ് അടി ചെയ്യുവാ? അടി കഴിയൂല. നല്ല മോനായിട്ട് നിക്കുവാ? ആ കുരുത്തക്കാട് കളിച്ചാല് ഇക്കാക്കേറ്റ് അടി കഴിഞ്ഞാല് നല്ല മോനായിട്ട് നിന്നിട്ടില്ലെങ്കിൽ പപ്പ പിടിച്ചിട്ട് വെള്ളത്തിലിടും കേട്ടാ. പപ്പന് ഇഷ്ടാ? ഐ ലവ് യു പറഞ്ഞ അപ്പനോട്. ഇതാണ് പേടിപ്പെടുത്തി പേടി കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തി തുടങ്ങില്ല കാട്ടത്. അതിന് വണ്ടി നല്ല അടി ചെയ്യുന്ന കാട്ട്. എന്നെ പിടിച്ച് പപ്പ വെള്ളത്തിലിടോടെ എന്നെ പിടിച്ചിട്ട്. കുരുത്തക്ക കളിക്കണം കേട്ടോ എൻ്റെ നല്ല മോനെ കേട്ടാ. ആ എന്ത് കാര്യം പറയാനല്ലേ? എന്തിനാ മാസ്ക്? വെള്ളത്തിലാ? വെള്ളത്തിൽ മാസ്കാ? മറ്റേ മാസ്ക് അല്ലേ? ആ കാക്കാട് ടാറ്റ ഹായ് പറ. കാക്കാട് ഉമ്മ വെള്ളത്തിൽ മുങ്ങുന്ന. ഉമ്മ വെള്ളത്തിൽ മുങ്ങുന്ന. അത് ഉമ്മ പോന്ന. ഉമ്മ മുങ്ങിപ്പോന്ന. ഉമ്മ എടുത്തു. വിമാനല്ല അത്. ബോട്ടാണ്. ബോട്ട്. അത് വിമാനല്ല കേട്ടാ. ബോട്ടാണ്. ഇംഗ്ലീഷ് പറ. ചിന്ത പറ. പറ. വിളിച്ചു നീ പറ. ഇംഗ്ലീഷ് എന്നാ പറയാ. പറ. പറയടാ. ഇങ്ങോട്ട് 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 വാ. ഇങ്ങോട്ട് കാല് മുറിയാ. ഇങ്ങോട്ട് പോണ്ട. ഇങ്ങോട്ടോ. ആ ആടെ വെള്ളാക്കി കഴിക്കാം. ഉമ്മ പോയി. ഉമ്മ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഉമ്മ പോയി. ഉമ്മ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാ? വേറെ ഉമ്മാനാക്കിയാ നമുക്ക്? ഉമ്മ പോയി. ഉമ്മ പറയാണ്ട് ഉമ്മ പോയി. ഡ്രസ് ഇടാൻ പാടില്ല. മറ്റേ ഇതില്ല എന്നാ അപ്പൊ ഇങ്ങനെ അധികം വെയിറ്റ് വരുമ്പോ താഴോട്ടേക്ക് പോകുമല്ലോ. അതെ എനിക്കറിയാം. പക്ഷെ വേറെ ഡ്രസ്സില്ല പറഞ്ഞത്. ഓ സന്തോഷായാലോ. എന്താണ് ഇക്കാക്കനെ ഇരുത്തണാ? ഇക്കാക്ക എന്നെ പോലെ പേടിയില്ല. അതുകൊണ്ട് ഇരുത്തണ്ട. മനസ്സിലായല്ലോ. പാമ്പിന്റെയും സിംഹത്തിന്റെ അടുത്ത് പോയാലും അറിയാനും എനിക്ക് പേടിയില്ല. മാസിമോനിക്ക് പേടി. ഇവിടെ മാസിമോനിക്ക് പേടിയില്ല. അറിയാനും എനിക്ക് പേടി. കാരണം
റിയാന് അറിയില്ല പാമ്പ് എന്താണെന്ന് സിംഹം എന്താണെന്ന് അറിയില്ല. വീട്ടിലെ പൂച്ചനെ കളിപ്പിക്കുന്നില്ല ഓൻ ഈ സാധനം കളിപ്പിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ അത് പ്രായമായിട്ടില്ല. പക്ഷെ മാസിക്കറിയാം എന്താണ് പാമ്പ് എന്താണ് പുലി അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്. ഇവിടെ നേരെ തിരിച്ചിട്ടാ. റിയാന് വെള്ളം കാണുമ്പോൾ പേടിയാ. മാസിക്ക് പേടിയില്ല. അങ്ങനെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോകട്ടോ. എൻജോയ് ചെയ്തു നമ്മളെ. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? ഇനി പക്ഷെ പേടി മാറിയില്ല. എങ്ങനെ തോന്നുന്നു കടലിൽ തുള്ളി അടിയിലും കിടക്കുന്നു? നല്ല അടിപൊളി. കൊറേ വലിയ മീനിലെല്ലാം കണ്ടിട്ടോ ഞാന്. മാജിമോനിക്ക് പേടിയുണ്ടോ? പേടിയുണ്ടോ പറ. ഇപ്പൊ ഇപ്പൊ എൻജോയ് ചെയ്തിട്ടില്ലേ? മറ്റേ സ്ഥലമില്ലാത്ത സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. അത് കിട്ടിയ സമയത്ത് നമുക്ക് ഭയങ്കര പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പൊ. റെയ്മോന് പേടിയുണ്ടോ? പേടിയുണ്ടോ? ഇനി വെള്ളത്തിൽ ഇറങ്ങാത്തോണ്ടല്ലേ. മോനെ അടുത്ത പ്രാവശ്യം പപ്പ സ്വിമ്മിംഗ് പൂളിൽ മീനിട്ട് കാണിച്ചു കേട്ടാ. ഇപ്പൊ നമ്മളെ തിരിച്ചു നോക്കട്ടെ. അവിടെ പോയിട്ട് ഇനിയിപ്പോ ഒന്ന് കുളിക്കണം. നമുക്ക് അവിടെ കുളിക്കാനേ ലേഡീസിനും ജെൻസിനൊക്കെ സ്പെഷ്യലി ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പൂളുണ്ട്. കുട്ടിയൊക്കെ കളിക്കേണ്ട ഒരു സ്പോർട്സ് ഉണ്ട്. പക്ഷേ ഇവർ അവിടെ പോയി കളിക്കുമോ എന്നൊക്കെ ഒരു പേടി. ഇവൻ ഈ പേടിയും വെച്ച് ഇവന് ഒരിക്കലും ആ വെള്ളത്തിൽ എനിക്ക് തോന്നുന്നില്ല. അത് ഇറങ്ങുവാണെങ്കിൽ ഞാൻ രണ്ടാൾ കളിപ്പിച്ചു കൊടുക്കാൻ എന്നോട് കൊണ്ടപ്പോൾ. ബ്രോ താങ്ക് യു. യെപ്പ് നെക്സ്റ്റ് ടൈം ഐ സീ യു. യാ പേടി തൂറി മോൻ വാ. എന്നാ ഉമ്മ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പോയിട്ട് നമുക്കൊന്ന് കുളിക്കണം. ഞാൻ പറഞ്ഞ തന്നെ സ്വിമ്മിംഗ് പൂളിൽ വേണമെങ്കിൽ കുളിക്കാം, ഇതിനും കുളിക്കാം. എന്താ പറ അത് നമുക്ക് റൂമിലൊക്കെ കുളിക്കാം കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ സ്വിമ്മിംഗ് പൂൾ നമുക്ക് അവിടെ നിന്ന് കുളിക്കാം. പേടി പോയ അതിൻ്റെ ബാക്കി ഓനെ പിടിച്ച് വെള്ളത്തിൽ നോക്കാം നമുക്ക്. ഓനൊരു കാര്യം പറഞ്ഞിട്ടാ, ഇനി വന്ന് വണ്ടിയിൽ നിന്ന് കുരുത്തക്കെട്ട് കളിക്കില്ല പറഞ്ഞ് ഇക്കാക്കിയായിട്ട് അടിയിലാന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ പപ്പ പിടിച്ചിട്ട് വെള്ളത്തിൽ നോക്കുമല്ലോ. ഈ അടിയില്ല ഇനി വെള്ളത്തിൽ നോക്കില്ല. റെയ്മോനെ റെയ്മോനെ ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ വാ. റിയാൻ ഫുൾ സന്തോഷമായിട്ട് ഇപ്പോൾ കരയിലോ നേരം ഹാപ്പി. വെള്ളത്തിൽ പിടിച്ചിട്ടേ അത് സ്വിമ്മിംഗ് പൂളല്ലേ? അപ്പൊ നീ കടലിൽ പോകുമ്പോ എനിക്ക് പേടിയില്ല? വേണ്ട ഇനി പേടിക്കണേ, പോവാട്ടോ. നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ ടീഷർട്ട് ഓരോടത്തിൽ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ആ 2 ഡോറുണ്ട്. അവിടെ ഒന്ന് ആണുങ്ങൾക്കും ഒന്ന് പെണ്ണുങ്ങൾക്കും ഇവിടെ ഡ്രസ്സ് മാറാൻ കേട്ടോ. പിന്നെ ഇവിടെ കംപ്ലീറ്റ് പൂളും കാര്യങ്ങളൊക്കെയാണ്. ഫെയർമൗണ്ട് ഹോട്ടലിലെ ഫെയർമൗണ്ട് ഹോട്ടലിലെ ഫാക്ടറിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നേരെ പോകുന്നത് കൊറപ്പക്കാലിലേക്കാണ്. കൊറപ്പക്കാലിൽ പോയിട്ട് അവിടെ നമുക്ക് ഫുഡ് അടിച്ചിട്ട് അവിടെ നേരെ ദുബായിലേക്ക് കേട്ടോ. അപ്പം റയാനും മോനെ നേരത്തെ അവിടെ നിന്ന് എന്നോട് പ്രോമിസ് ചെയ്താണ്, ഓന് കുരുത്തക്കാട് കളിക്കൂല, ഓന് ഇക്കാക്കായിട്ട് അടിയാക്കൂല, അതുപോലെ ഓനെ ഇനി ബാക്കിലിരിക്കും മുമ്പിൽ ഇരിക്കൂല എന്നല്ലോ. അപ്പൊ റിയാനും മോൻ ഇനി ആ പ്രോമിസ് കളഞ്ഞാല് റിയാനോ പപ്പ വീഡിയോ പറഞ്ഞിട്ടേ പപ്പ എന്നെ പിടിച്ച് വെള്ളത്തിൽ നോക്കും. മൂക്കുന്നല്ല വലിക്കുന്ന മോളെ ഉള്ളു മൂക്കിട്ട് വരുന്നുണ്ടോ. എന്താ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും. നിങ്ങളും വരിക. ഞാൻ സീ ബ്രിഡ്ജസിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എപ്പോഴെങ്കിലും സ്നോർക്കലിങ്ങിന് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക കേട്ടോ. ദുബായിൽ ശരിക്കും പറഞ്ഞാൽ ദുബൈനേക്കാളും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഇതേപോലത്തെ ഏരിയകളാണ്. ഇവിടെ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കിട്ടും. നല്ല അടിപൊളി ആനിമൽസ് ഉണ്ട്. ആനിമൽസിൻ്റെ ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു കടലിനടിയിൽ. നല്ല നല്ല കാഴ്ചകൾ ഡിബ്ബ ഫുജിയർ ഏരിയയിലുണ്ട് കേട്ടോ. സ്നോർക്കലിങ്ങിന് ബെസ്റ്റ് എന്ന് പറഞ്ഞു. ദുബൈയിൽ എനിക്ക് തോന്നുന്നു അത്ര വലിയ ഒരു വ്യൂ അവിടെ ഉണ്ടെന്ന്. ഒരുപാട് നന്ദി സപ്പോർട്ടിന്. അയ്യോ ഈ എപ്പിസോഡ് മൊത്തം റിയാൻ്റെ കരച്ചിലാട്ടോ. അടിപൊളി വീഡിയോസ് വരാണ്ട്. ഒരുപാട് നന്ദി കൂടെ നിൽക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും. അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.